അനുമോദന ചടങ്ങിൽ കുട്ടികളെ അപമാനിച്ച സംഭവത്തിൽ ചർച്ചകൾ തുടരുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. അതേസമയം വിശദീകരണവുമായി KT ജലീലും ഇന്ന് രംഗത്ത് വന്നു. മോശം അനുഭവം ഉണ്ടായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് എന്നതാണ് KT ജലീൽ പറയുന്നത്. അധ്യാപകൻ എന്ന നിലയിലാണ് ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുമുണ്ട് KT ജലീൽ. അപ്പോൾ ഇപ്പോഴും എന്താണ് തൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റ് എന്നത് KT ജലീലിന് വ്യക്തമായിട്ടില്ല. അതിൽ ന്യായീകരണമാണ് അദ്ദേഹം നടത്തുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ മാപ്പ് ചോദിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. മണ്ണാർക്കാട് നടന്ന അനുമോദന ചടങ്ങിലാണ് വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന തരത്തിൽ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായ KT ജലീലിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം നീക്കങ്ങളുണ്ടായത്. SSLC പരീക്ഷയിൽ A+ നേടിയവരെ ആദരിക്കുന്ന വിജയോത്സവം പരിപാടിയിലായിരുന്നു സംഭവം. കുട്ടികളെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി എഴുതിക്കുകയും അക്ഷരത്തെറ്റുകളുടെ പേരിൽ പരസ്യമായി ശാസിക്കുകയും ചെയ്തു. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളോട് അക്ഷരം അറിയില്ലേ എന്ന് ചോദിക്കുന്നതും അഡ്രസ്സ് തെറ്റിച്ചെഴുതിയെന്ന് പറഞ്ഞ് കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ചെവിയിൽ നുള്ളുന്നതും പ്രചരിച്ച ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. ഇതുകൂടാതെ ഹിന്ദിയിൽ A+ ലഭിച്ച കുട്ടികളോട് എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെടുകയും അവരോട് ഒരു വാക്കിന്റെ അർത്ഥം ചോദിച്ച് മൈക്കിലൂടെ ഉത്തരം പറയാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനു മറുപടി നൽകാതിരുന്ന കുട്ടികളെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്ത KT ജലീലിന് ഇപ്പോഴും എന്താണ് താൻ ചെയ്ത തെറ്റ് എന്ന് മനസ്സിലായിട്ടില്ല. നമുക്ക് ഇന്നലത്തെ ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണാം. സഫീന വേണ്ട, സഫീന മതി. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ്സ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്നും എഴുത്. അഡ്രസ്സ് എഴുതാൻ അറിയില്ല. എടോ, അഡ്രസ്സ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ്സ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്ന് സ്റ്റാൻഡപ്പ്. എവിടെ? എനിക്ക് കിട്ടിയിട്ടില്ലേ? ഹിന്ദിയിൽ കിട്ടിയിട്ടില്ല അല്ലേ? രക്ഷപ്പെട്ടു. ഈ സംഭവത്തിനെതിരെയാണ് വ്യാപക വിമർശനം ഉയർന്നത്. ഇതിനു പിന്നാലെ തന്നെ ന്യായീകരണവുമായി ജലീൽ രംഗത്ത് വന്നിരുന്നു. ഇന്നലെ ഫേസ്ബുക്കിലൂടെയാണ് ആദ്യ ന്യായീകരണം. താൻ കുട്ടികളെ അപമാനിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും കുട്ടിയോട് ചോദിച്ചാൽ അത് ബോധ്യമാകുമെന്നും ആയിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. സാധാരണ അനുമോദന ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴെല്ലാം ഏകപക്ഷീയമായി പ്രസംഗിച്ചു പോരുന്ന രീതിയല്ല തന്റേത്. വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ചോദിച്ചും പറഞ്ഞുമാണ് സംസാരിക്കാറ്. മണ്ണാർക്കാട്ടും അതുതന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, എപ്പോഴും ഇതായിരുന്നു അധ്യാപകൻ കൂടിയായ KT ജലീലിന്റെ രീതി എന്നതാണ് അദ്ദേഹം ന്യായീകരണമായി പറയുന്നത്. കുട്ടികളെ കാണുമ്പോൾ പൊതുപ്രവർത്തകൻ എന്നതിനേക്കാൾ എന്നിലെ അധ്യാപകനാണ് ഉയർന്നു നിൽക്കാറ്. തമാശയിലൂടെ ദേഷ്യപ്പെട്ടും ചിരിച്ചും ചിരിപ്പിച്ചും കുട്ടികളെ അവരുടെ കഴിവുകൾക്കൊപ്പം കുറവുകളും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാണ് ശ്രമിക്കാറ്. അതുതന്നെയാണ് മണ്ണാർക്കാട്ട് നടന്നിട്ടുള്ളത്. വീഡിയോ പൂർണ്ണമായും കണ്ടാൽ അത് ബോധ്യമാകും എന്നതാണ് KT ജലീലിന്റെ ഇന്നലത്തെ ന്യായം. ചിരിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ ചെവിയിൽ പിടിച്ചു എന്നത് ശരിയാണ്. അപ്പോൾ അവനും ചിരിക്കുകയാണ് ചെയ്തത്. കുട്ടിയുടെ മുഖം ബ്ലർ ആക്കിയത് കൊണ്ടാണ് അത് കാണുന്നില്ലെന്ന് മാത്രം. താൻ ചെവിക്ക് നുള്ളുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതെന്റെ രീതിയല്ല. ആ കുട്ടിയോട് ചോദിച്ചാൽ അതൊക്കെ ബോധ്യമാകും എന്നൊക്കെ പറഞ്ഞുള്ള ന്യായീകരണങ്ങളാണ് അദ്ദേഹം ഇന്നലെ നടത്തിയത്. ആരെങ്കിലും പറഞ്ഞാൽ തീർച്ചയായും ഇതിൽ ക്ഷമ പറയുന്ന കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതിന് പിന്നാലെ ആ വിശദീകരണമൊക്കെ ജലീലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതിന് പിന്നാലെ ജലീലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പെരുമാറ്റം അപമാനമായി തോന്നിയിട്ടില്ല എന്ന് ആ വിദ്യാർത്ഥി പിന്നീട് മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യവും ഉണ്ടായി. അത് തന്നെയാണ് KT ജലീലും സൂചിപ്പിച്ചത്. ആ കുട്ടിയോട് ചോദിക്കൂ, താൻ അപമാനിച്ചിട്ടില്ല എന്നത് പറഞ്ഞു. ആ കുട്ടിയും ഏതാണ്ട് ആ നിലയിൽ തന്നെ പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചു. അതുകൂടി കേൾക്കാം. ഇന്നലെ എന്ത് അവാർഡ് വാങ്ങാൻ പോയിരുന്നേ? SSLC പാസ്സായതിന്റെ. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ പ്രോഗ്രാം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പരിപാടിയായിരുന്നു. ആരായിരുന്നു വന്നിരുന്നേ? KT ജലീൽ സാറ്. എന്നിട്ട് ജലീൽ സാറ് എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറ്റം? ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ? സാറിന് ഒരു അധ്യാപകന്മാർക്കാണ് പറഞ്ഞിരുന്നത്. ഹിന്ദിക്ക് എത്ര % വെച്ചിട്ട്, അപ്പോൾ ഹിന്ദിയിൽ കുറച്ച് എഴുതാൻ അറിയുമോ ചോദിച്ചപ്പോൾ എന്നിട്ട് അവിടെ നിർത്തി എഴുതിച്ചു. അപ്പം അതിൽ ചെറിയ തെറ്റ് വന്നു. അപ്പം അങ്ങനെ സ്കൂളത്തെ സാർമാര് പറഞ്ഞു തരും പോലെ അത് ശരിയാക്കി തന്നു. അത്രേ ഉള്ളൂ. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ അപമാനിച്ച തരത്തിൽ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപമാനമായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. സ്കൂളത്തെ സാർമാര് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയും തോന്നിയിട്ടില്ല. അതായത് നിങ്ങൾ ഒരുപാട് അവാർഡ് വാങ്ങാൻ വേണ്ടി പോയില്ല, SSLC ഫുൾ A+ കിട്ടിയോണ്ട്. അപ്പോൾ ഈ പരിപാടിക്ക് പോയപ്പോൾ എന്താ തോന്നിയത്? നല്ല രസമുള്ള എല്ലാ പരിപാടിമാർക്കും നല്ല പരിപാടിയായിരുന്നു.
അപ്പോൾ നല്ല പരിപാടിയാണ് എന്നൊക്കെ തന്നെയാണ് കുട്ടികൾ പറയുന്നത്. ആ കുട്ടികൾക്ക് അതിനപ്പുറത്തേക്കൊന്നും പറയേണ്ടുന്ന കാര്യമില്ല, പറയാനും പറ്റില്ല. എന്തായാലും ആ കുട്ടികളല്ല ഇവിടെ ഉണ്ടായിട്ടുള്ള ശരി തെറ്റുകൾ തീരുമാനിക്കേണ്ടത്. വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ കുട്ടികൾക്ക് മാനസിക പ്രയാസം ഉണ്ടാവുന്ന തരത്തിൽ പെരുമാറിയ മന്ത്രി KT ജലീൽ അത് സ്വയം തിരുത്തുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഈ സംഭവത്തിൽ അതുണ്ടായില്ല. ഇന്നും അദ്ദേഹം ന്യായീകരിക്കുകയാണ് ചെയ്തത്. ജലീലിനെതിരെ ഇന്നലെ തന്നെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയർപേഴ്സൺ KV മനോജ് കുമാർ സ്വമേധയാ കേസെടുത്തത്. ഇന്നിപ്പോൾ അതിന് പിന്നാലെയാണ് KT ജലീൽ സ്വയം ന്യായീകരിച്ച് വീണ്ടും രംഗത്ത് വന്നത്. മോശം അനുഭവം ഉണ്ടായെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിന് ഒരു രീതിയുണ്ട്. കുട്ടികൾക്ക് പൊതുവെ വായന കുറവാണ്. അധ്യാപകൻ എന്ന നിലയിലാണ് ചോദ്യം ചോദിച്ചത്. അതിൽ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ പ്രശ്നം തോന്നിയില്ല എന്നും ജലീൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതുകൂടി കേൾക്കാം. ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുമെന്ന് പറയുന്നു. ഞാനതിനെ സ്വാഗതം ചെയ്യാം. ഇക്കാര്യത്തിൽ ഞാനൊരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല. ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് ജയിലിലടക്കട്ടെ, ഞാനത് സ്വീകരിക്കും. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുത്തത് മോശമായി പോയി, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നതാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇതൊരു ഔചിത്യത്തിന്റെ കൂടി വിഷയമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും അത് ബോധ്യമാകുന്നില്ല. പുതിയ കാലത്ത് നിന്ന് ചിന്തിച്ചാൽ KT ജലീലിന് തെറ്റുപറ്റിയെന്ന് പറയേണ്ടി വരുമെന്നാണ് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞത്. ജലീൽ ഇപ്പോഴും നിൽക്കുന്നത് പഴയ കാലത്താണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി AP അനിൽകുമാർ പറഞ്ഞു. KT ജലീൽ ചെയ്തത് സതുദ്ദേശത്തോടു കൂടിയാണെങ്കിലും ഇന്നത്തെ കാലത്ത് അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് സമ്മതിക്കുന്നതായിരുന്നു നല്ലത്. കുട്ടികളെ അടിച്ചു വളർത്തണമെന്ന് കരുതുന്ന കാലം കഴിഞ്ഞു. രക്ഷിതാക്കൾക്ക് പോലും കുട്ടികളെ അടിക്കാനുള്ള അവകാശമില്ലെന്നാണ് പറയുന്ന കാലഘട്ടമാണ് ഇത് എന്ന് AP അനിൽകുമാർ ഓർമ്മിപ്പിക്കുകയാണ് മുൻ മന്ത്രി. രക്ഷിതാക്കൾക്ക് പോലും ഇന്ന് കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. ആ രീതിയിലാണ് ഇന്ന് കാലത്തിൻ്റെ ഒരു മാറ്റം. കാലത്തിൻ്റെ മാറ്റമല്ല, അതാണ് ശരി എന്നാണ് പറയുന്നത്. ഒരു രീതിയിലും കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്ന ഒന്നും ഉണ്ടാവരുത്, രക്ഷിതാക്കളുടെ ഭാഗത്ത് പോലും ഉണ്ടാവരുത് എന്നുള്ളതാണ്. രക്ഷിതാക്കൾ ചെയ്താൽ പോലും രക്ഷിതാക്കളെ കൗൺസിലിംഗ് നടത്തണം എന്നാണ് ഇന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പൊതുവേദിയിൽ വെച്ച്, അദ്ദേഹം അധ്യാപകനാണ്, ഒരു പൊതുവേദിയിൽ വെച്ച് മറ്റു കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരാളെ വിളിച്ചു വരുത്തി, നമ്മൾ കുട്ടികളാകുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും പാളിച്ചകളുണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് തന്നെ അതിനകത്ത് ശിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കുട്ടികളെ മറ്റുള്ളവരുടെ ഇടയിൽ വല്ല മോശക്കാരായി കാണിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികമായ പ്രയാസം വളരെ വലുതായിരിക്കും. അത് പഴയ കാലത്ത് നിന്നുകൊണ്ടല്ല, പുതിയ കാലത്ത് നിന്നുകൊണ്ട് ജലീൽ ചിന്തിച്ചാൽ ജലീലിന് അത് തെറ്റു പറയേണ്ടി വരും. ജലീൽ ഇപ്പോഴും നിൽക്കുന്ന പഴയ കാലത്ത് നിന്നുകൊണ്ടാണ് അത് മറുപടി പറയുന്നത്. അതിനെ ന്യായീകരിക്കലല്ല, അതൊരു നല്ല സന്ദേശമല്ല സമൂഹത്തിന് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യം അദ്ദേഹം ഒരു സതുദ്ദേശത്തോട് ചെയ്താണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ശരിയല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് അത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താനൊരു അധ്യാപകനാണ്, അധ്യാപകൻ എന്ന നിലയിൽ നിന്നുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് അഭിമാനത്തോടു കൂടി KT ജലീൽ പറയുന്നത്. കുട്ടികളെ പഠിപ്പിക്കാനും തിരുത്താനും ഒക്കെ ഒരു അധ്യാപകന് അവകാശമുണ്ട്, അല്ലെങ്കിൽ മുതിർന്നവർക്കോ അല്ലെങ്കിൽ അതിന് പറ്റുന്നവർക്കൊക്കെ അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള അവസരങ്ങൾ അവർക്ക് പ്രയോജനപ്പെടുത്താം. പക്ഷേ അതൊരിക്കലും കുട്ടികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടോ അവരെ അപമാനിച്ചുകൊണ്ടോ ആവരുത്. ഇതിപ്പോൾ കുട്ടികൾ അവരുടെ പഠന സംബന്ധമായ നേട്ടത്തിന് ആദരിക്കപ്പെടേണ്ട വേദിയിലാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ KT ജലീലിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. ഒരു അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് അവർ അനുമോദനം ഏറ്റുവാങ്ങാനിരുന്ന കുട്ടികളെയാണ് ആളുകൾക്ക് മുന്നിൽ വിളിച്ചു വരുത്തി അപമാനിച്ചിരിക്കുന്നത്. അത് ഏത് തരത്തിലാണ് അവരുടെ നിലവാരം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ തെറ്റുതിരുത്താൻ പ്രാപ്തരാക്കുക? അത് അങ്ങനെ ഒരു റിസൾട്ട് ആകില്ല ഉണ്ടാക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകും. അവരെ അപമാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിരുന്ന KT ജലീൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപന കാലമെങ്കിൽ അതിൻ്റെ മുറിവേറ്റ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് ഇനിയെങ്കിലും വൈകിയ വേളയിലെങ്കിലും തിരുത്തുക എന്നതാണ് KT ജലീൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം ഫേസ്ബുക്കിലൂടെയും ഇന്ന് നേരിട്ട് മാധ്യമങ്ങളെ കണ്ടും അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. പഴയ കാലത്ത് ഇങ്ങനെയുള്ള അധ്യാപകർ ഉണ്ടായിരിക്കാം, അത് മാറിയിരിക്കുന്നു, കാലം മാറിയിരിക്കുന്നു, വിദ്യാർത്ഥികൾ മാറിയിരിക്കുന്നു. ഇന്ന് വിദ്യാർത്ഥികളെ ആ രീതിയിലല്ല നമ്മൾ അവരെ അറിവിൻ്റെ
വേദിയിലേക്ക് അല്ലെങ്കിൽ അറിവിൻ്റെ വെളിച്ചം അവർക്ക് പകരേണ്ടതെന്ന ബോധ്യം വരുന്നതിന് പകരം ആവർത്തിച്ച് അക്കാര്യത്തിൽ ന്യായീകരണം നടത്തുകയാണ്. അദ്ദേഹം അറസ്റ്റ് വരിക്കാൻ തയ്യാറായി താൻ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അറസ്റ്റ് എന്നതല്ല ഇവിടെ ഉയരുന്ന വിഷയം. അദ്ദേഹത്തിന് ഇനിയെങ്കിലും ആ ഔചിത്യക്കേട് തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്താണെന്ന് ബോധ്യം വരികയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. എന്തായാലും കുട്ടികളുടെ പഠന നിലവാരം കുറഞ്ഞുവെന്നതിന് ഉത്തരവാദികൾ ആരാണ് യഥാർത്ഥത്തിൽ? അത് കുട്ടികളല്ല അതിൻ്റെ ഉത്തരവാദികൾ എന്നത് നമുക്കറിയാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ കെ ടി ജലീലിനും അതിലൊരു ഉത്തരവാദിത്തമുണ്ട്. അധ്യാപകനായ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്ന ഒന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകരുത് എന്നതാണ് നമ്മൾ ഇപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഒരു പൊതുവേദിയിൽ വെച്ച് മറ്റു കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരാളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ശിക്ഷിക്കുക, അവരെ അവിടെ വെച്ച് തിരുത്തുക, മോശക്കാരായി കാണിക്കുക എന്നത് കുട്ടികൾക്കുണ്ടാക്കുന്ന മാനസിക പ്രയാസം വലുതായിരിക്കും. എന്തായാലും ഈ സംഭവം മറ്റ് ചില ചർച്ചകൾക്ക് കൂടി വഴിവെച്ചത് വലിയ ആശ്വാസകരമാണ്. കുട്ടികൾ മതിയായ പഠനം നേടുന്നുണ്ട് എന്നുറപ്പാക്കാൻ പുതിയ സർക്കാർ പദ്ധതി കൊണ്ടുവരും എന്നതാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ പദ്ധതി കൊണ്ടുവരും, 100 ദിന കർമ്മ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുമെന്നതൊക്കെ പറയുന്നു. അപ്പോൾ കെ ടി ജലീൽ എന്താണ് തനിക്കുണ്ടായ തെറ്റ് എന്നത് തിരിച്ചറിയുകയും ഇത് ആരോഗ്യപരമായ മറ്റ് ചർച്ചകൾ ഇതുപോലെ എങ്ങനെ നമ്മുടെ പഠന നിലവാരം ഉയർത്താം എന്നത് ചർച്ചകളിലേക്കും അതിൻ്റെ നടപടികളിലേക്കും തിരിയുകയും ചെയ്യാൻ ഈ വിവാദം കൊണ്ട് ഒരു ഉപകാരമുണ്ടാകും. എന്തായാലും കെ ടി ജലീൽ സ്വയം തിരുത്തുകയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.